മകരപന്തലി തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര. ക്ലീറ്റോ റെഡിയായാ? ഓ രാജ്യത്തെ രാജകുമാരി. ഫോൺ അടിക്കുന്നല്ലോ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. എന്താ സാറേ? ആ ഓക്കെ ആണോ? ഓ ഇല്ല ആ വരാം എഗ്രിമെൻ്റ് ചെയ്യാം, വരാം. ഓ എത്തിക്കോളാം വരാം, വന്നോളാം. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു. നന്നാക്കാം, ഗംഭീരമാക്കി തരാം. പിന്നെന്താ, ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരെ തന്നെ ഞാൻ അവിടെ എത്തിച്ചേരും. ശരി സാർ. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ. ഒരു നിമിഷം, ഞാൻ അൻസാറിനെ ഒന്ന് ഈ വിവരം ഒന്ന് വിളിച്ച് പറയട്ടെ. ഓ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യം പറയാൻ. അളിയാ, മറ്റേ കൊട്ടേഷൻ നമുക്ക് അടിച്ചടാ ഹോട്ടലിലാ. ആ ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ. മാനേജർ. ഓ അവിടെ പിന്നെ മറ്റേ നമ്മൾ വാക്കാൽ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ എല്ലാവരെയും. ആ കലാമണ്ഡലത്തിലെ ആശാനെയൊക്കെ വിളിച്ചിട്ട് കൺഫേം പറഞ്ഞോ, ഓക്കെ പറഞ്ഞോ. പുലികളിക്കാരെ, ഓർക്കസ്ട്ര എല്ലാവരോടും ഓക്കെ പറഞ്ഞോ കേട്ടാ. ആ പിന്നെന്താ, കാണാം. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കേടാ, ശരി. അങ്ങനെ കർത്താവ് കൈ വിടൂല, എനിക്കറിയാടി. കർത്താവ് ഞാനായിട്ടുള്ള ഒരു പൊരുത്തം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലം പള്ളിക്ക് ഒന്ന് ശല്യം ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാ. എന്താണെന്ന് പറയും എന്റെ ചക്കര കുട്ടി. ഈ ഓണം പൊളിക്കാനുള്ള കൊട്ടേഷൻ ആയിടി. അതേ, ഇവിടെ ഒരു TK പാലസ് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ആ അത് തന്നെ. അപ്പൊ അവിടെ ഓണാഘോഷത്തിന് എല്ലാ വർഷവും പരിപാടികൾ നടത്താറുണ്ട്. ഓണസദ്യയും അങ്ങനെയുള്ള പരിപാടി ഉണ്ട്. അപ്പൊ അതിന് കൊട്ടേഷൻ കൊടുക്കണം. ഞാനൊരു കൊട്ടേഷൻ കൊടുത്തിരുന്നു. ഇപ്പൊ അത് അപ്രൂവലായി. അങ്ങനെ ആ പ്രോഗ്രാം എനിക്ക് കിട്ടി. എടി കൊട്ടേഷൻ മറ്റേ വെട്ടുമുത്ത് കൊട്ടേഷൻ അല്ലടി, കഴുത. നിനക്ക് ഇതൊക്കെ അറിയാവൂ എടി. ഇത് നമ്മുടെ ഈ ഓണം വരുമ്പോ അവർ ടിക്കറ്റ് വെച്ചിട്ട് ഓണസദ്യ നടത്തും. അതിൻ്റെ കൂടെ കുറേ കലാപരിപാടികൾ, ഇത് ഓട്ടം തുള്ളല്, കഥകളി, ഇത് ഡാൻസ്, പാട്ട്. അപ്പൊ അങ്ങനെ പരിപാടി നടത്താറുണ്ട്. അതിന് ഞാൻ അവിടെ ഒരു കൊട്ടേഷൻ കൊടുത്തു. കുറെ എത്ര കലാകാരൻ. എടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാകാരന്മാർ കിടക്കല്ലേ, അവരെയൊക്കെ ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കുന്നു. അവരെ കലാപരിപാടി അവർ നടത്തുന്നു. ഹോട്ടലുകാർ പൈസ എൻ്റെ തരുന്നു. ഞാൻ ഈ കലാകാരന്മാർക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് അതിൽ ഒരു ചെറിയ ലാഭം നമുക്ക് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു നൈസ് പരിപാടി. പിന്നെ ഹോട്ടലുകാർക്ക് അവരെ നേരിട്ട് അങ്ങോട്ട് വിളിച്ചാൽ പോരെ? പിന്നെ ഹോട്ടലുകാർ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പോകണേ കലാകാരന്മാരെ അന്വേഷിച്ച്. അവർക്ക് അതിനുള്ള സമയമില്ല. എന്താ പൈസ ചെലവാക്കി എന്താ ചെയ്യാൻ പോണത്? എടി കഴുതേ, എടി ഞാൻ പറഞ്ഞുതരാം. വണ്ടി കച്ചവടം ഇല്ലേ, അതുപോലത്തെ വേറെ സംഭവമാണ്. ഒരാളിന് വണ്ടി വേണം, വേറൊരാളിന് വണ്ടി വിൽക്കണം. ഈ രണ്ടുപേരെയും തമ്മിൽ ഞാൻ നേരെ കൊണ്ട് നിർത്തി കൊടുക്കും. എന്നാ സംസാരിച്ച കച്ചവടം ചെയ്തോ, അവരെന്തേലും നമുക്ക് തരുന്നു. അതിന്റെ വേറൊരു സൈസ് സംഭവം. അത്രേ ഉള്ളൂ ഇത്, പിന്നല്ലാണ്ട്. ഇതെന്തോ കാണിക്കുന്നത്? പഴയ മുതലാണ്. എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. ഒന്നാമത് ഹവിൽദാരുമാമ ഉണ്ടാക്കി വെച്ചേക്കണം. നീ ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. നശിപ്പിക്കല്ലേ? നീ ഉണ്ടാക്കണ എന്താണെന്ന് എനിക്കറിയാം. എന്തോന്ന്? അല്ല, നീ ഓരോ ദിവസവും ഉണ്ടാക്കി വെക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയാമെന്ന്. ഓ അത് ശരി. നിനക്കൊരു 40 പോരേടേ. 40 പോരേ നിനക്ക്? എന്താന്ന്? ഷർട്ടേ അളവ്. ആ ഇല്ല ഈ KSAB ഇരുന്നപ്പോൾ കള്ളപ്പണി ഇത്തിരി ചതയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി. 42 വേണം നിനക്ക്. അവൾക്ക് ജമന്തിക്ക് ചുരിദാറല്ലേ ഇഷ്ടം. പിന്നെ അമ്മയ്ക്കുള്ളത് അതൊക്കെ തങ്കമായിട്ട് ഡീൽ ചെയ്ത് അവരെന്താ വെച്ചാൽ ചെയ്തോളൂ. ഓണത്തിന് എല്ലാവർക്കും എൻ്റെ വകയാണ് ഓണക്കോടി. എന്ത് മാത്രമല്ല, വേറെ കുറേ പരിപാടികൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഓണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം ഇവിടെയാണ് അത്തപ്പൂക്കളൊക്കെ ഇടുന്നത് അവിടെ. പിന്നെ തുമ്പി തുള്ളൽ, പുലികളി, ഊഞ്ഞാൽ നമ്മൾ ആ മാവിലിടാം. അതാ നല്ലത്. ഈ ഓണം കഴിയുമ്പോൾ ഊഞ്ഞാലിന്റെ കയറ് പെട്ടെന്ന് അഴിച്ച് മാറ്റണേ, അല്ല തങ്കെടുത്ത് ഉപയോഗിക്കും. അതെ, ഞാൻ ഈ ഓണം എന്തായാലും ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിനക്ക് മറ്റേ സർക്കാരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം. നക്കാപ്പിച്ച കിട്ടും, പിന്നെ എന്തോ ഇച്ചിരി പോലെ ബോണസും കൂടെ കിട്ടും. അതൊന്നും എൻ്റെ അളി എഴുതി ഇപ്രാവശ്യം ചിലവാക്കണ്ട. അത് അടുത്ത ഓണത്തിനോ വിഷുവിനോ എപ്പോഴെങ്കിലുമൊക്കെ ചിലവായിക്കോ. ഈ ഓണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം. നിന്ന് പുട്ടാ കഴിച്ചേ? എങ്ങനെ മനസ്സിലായി? അല്ല, അസലായിട്ട് തള്ളുന്നുണ്ട്. പിന്നെ
മറ്റവനുണ്ടല്ലോ മറ്റവൻ അത് സ്വദേശിയല്ല വിദേശി വരും വെളിയിൽ നിന്ന് പറന്ന് വരും. എന്തിനു ഞാനിപ്പോൾ കാണാൻ പോണ ഓണത്തിനെ കുറിച്ച് പറഞ്ഞ് നിന്നെ വരുവളിയ എല്ലാം കണ്ടാളി ഞെട്ടും. പിന്നെ തയ്യാറെടുത്തിരുന്നോ? ഇതിനിടയ്ക്ക് അലങ്കോലം എടുത്തരുത് കേട്ടാ. ആവശ്യമില്ലാത്തത് പിടിവാശിയൊന്നും കാണിക്കരുത്. ഈ ഓണം എനിക്ക് തന്നെ വിട്ടു തന്നേക്കണം. ഞാൻ തങ്കത്തിന് വാക്ക് കൊടുത്തു പോയി, അതുകൊണ്ടാ. എന്തായാലും ഇപ്രാവശ്യം ഒന്ന് ഇവിടെ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കില്ല. അതിനിടയിൽ നിങ്ങൾ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യം തോന്നുന്നു. എന്റെ അളി അവിടെ ഇരിക്കാൻ പറ്റണ്ടേ? ആ കലാമണ്ഡലത്തിന് കുഞ്ഞിന്റെ മാഷ് വിളിച്ചു. അയാൾക്ക് ഇപ്പൊ അഡ്വാൻസ് വേണോ? അഡ്വാൻസാ? ആ, നമ്മൾ ആ പാടെ 40,000 രൂപ അല്ലേ അയാൾക്ക് കൊടുക്കാമല്ലോ. അത് പരിപാടിയുടെ അന്ന് കൃത്യമായിട്ട് ആ തുക മുഴുവനായിട്ട് കൊടുക്കുമല്ലോ. പിന്നെ എന്തിനാ അഡ്വാൻസ്? എന്റെ അളിയ ഓണം അല്ലേ, ഓണമായിട്ട് അവർക്ക് ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്താലേ അവര് നമ്മുടെ പ്രോഗ്രാമിന് വരുത്തുള്ളൂ. ഇടേ ഇതൊക്കെ വിളിക്കുമ്പോൾ പറയണ്ടേ? നമ്മൾ സംസാരിച്ച സമയത്ത് ഈ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോട്ടലുകാർ മറ്റന്നാളെ എനിക്ക് അഡ്വാൻസ് തരുള്ളൂ. മറ്റന്നാൾ കൊടുത്താൽ മതി, കുഴപ്പമില്ല, കൊടുക്കാം. ഇല്ല അളിയ, പറ്റത്തില്ല. അവർക്ക് ഇന്ന് തന്നെ വേണമെന്നാ പറയുന്നത്. അഡ്വാൻസ് അവന്മാർക്ക് അഡ്വാൻസ് അവർക്ക് ആ പാടെ 25,000 രൂപയല്ലേ ഉള്ളൂ. അതിലിനി അഡ്വാൻസ് എന്തോന്ന്? എന്റെ അളിയ ഓർക്കസ്ട്രക്കാരും ചോദിച്ചിരിക്കുക. ഓ, ഇതിപ്പം നല്ല പുകിലായി. നിങ്ങളൊക്കെ ഏർപ്പാട് ചെയ്താ ഇതിപ്പോ പരിപാടിയുടെ എല്ലാവരും കൂടെ കൊടുക്കാന്ന് പറഞ്ഞു സംസാരിച്ചു വയ്ക്കുക. ഇല്ല അളിയ, അത് നടക്കത്തില്ല. ഇപ്പൊ ഞാനിത് എന്ത് ചെയ്യൂന്നാണ്? ഒന്നും ചെയ്യാനില്ല. നീ നിന്റെ അളിയൻ കനകന്റെ അടുത്ത് ചോദിച്ചു. അവന് നല്ല കട്ടിക്ക് ബോണസ് കിട്ടിയിട്ടുണ്ട്. ഓണം അല്ലേ? നന്നായി. അതൊന്നും ശരിയാവൂല. എന്റെ അളിയ ചോദിക്കളിയാ. നമ്മൾ വെറുതെ അല്ലല്ലോ. നമുക്ക് ഹോട്ടലുകാരോട്ടുള്ള എഗ്രിമെന്റ് പേപ്പർ നിന്റെ കയ്യിലില്ലേ? അത് കൊണ്ടുവന്ന് കാണിക്കവനെ. അതൊന്നും ഒന്ന് സഹായിക്കാൻ പറ. വേണ്ടടാ. ഞാൻ അവന്റെ ആരെയും സഹായം ഇല്ലാതെ അന്തസ്സായിട്ടൊരു പരിപാടി നടത്തി അതിന്റെ ലാഭം വെച്ച് ഓണം ഒന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്റെ അളിയ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ആവശ്യം നമ്മുടെയാണ്. നീ ഒന്ന് ചോദിച്ചു നോക്ക്, കിട്ടും. വീണ്ടും അവന്റെ അടുത്ത് തന്നെ ചോദിച്ചാ കിട്ടും എന്നോട് പറഞ്ഞു. എവിടെ നിന്ന് കിട്ടാനാ ക്ലീറ്റോ? ഞാൻ എങ്ങനെ അവനോട് പോയി ചോദിക്കും? അത് തന്നെ ഞാനും ആലോചിക്കണം. ഞാൻ എങ്ങനെ അവനോട് പോയി ചോദിക്കുന്ന? അതാ പറഞ്ഞു, ചോദിക്കണ്ട. ഒന്നാമത്തെ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. പിന്നാണ് തങ്ക ഇത് അതുപോലെ അല്ല. നീ ഇത് കണ്ടോ? ഇത് ഞാൻ ഹോട്ടലുകാരും തമ്മിൽ എഴുതിയ എഗ്രിമെന്റാണ്. നോക്ക്, 1-2 രൂപയല്ല, 2.5 ലക്ഷം രൂപയാ. പിന്നെ അവർ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് അഡ്വാൻസ് തരും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാം. ഒന്ന് ചോദിക്കടി. എനിക്കൊന്നും പറ്റില്ല. ഒന്ന് പോയിക്കേ ക്ലീറ്റോ. വർത്താനം പറയുന്നത് ചക്കരയല്ലേ? അതെ, നിനക്കറിയാമോ? എങ്ങനെയാണെങ്കിൽ 25,000 രൂപ എങ്ങനെ ചോദിക്കും ക്ലീറ്റോ? ഞാൻ 25 വേണ്ട, പോട്ടെ, ഒരു 20 രൂപ മതി. 20 ചോദിക്കാൻ പറ്റുന്നില്ല. 10 രൂപ ഞാൻ ചോദിച്ചു നോക്കാം. കിട്ടൂല, ഞാൻ ചോദിച്ചു നോക്കാം. അതെ, 20 ചോദിച്ചാലേ 10 കിട്ടും. നിങ്ങൾക്ക് ചോദിക്കേ. 10 രൂപ ചോദിക്കും, കിട്ടിയാ കിട്ടി. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് വേറൊന്നുമല്ല. ഇതിപ്പോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ 10,000 രൂപ അവൻ തന്നു വെക്കുക. 10,000 രൂപ തന്നു കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ ലാഭം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, നിന്നോട് പറയാം. 2.5 ലക്ഷം രൂപയാണല്ലോ നമ്മൾ 10 ഹോട്ടലുകാരെന്ന് പറഞ്ഞേക്കണേ. അതിൽ 1 ലക്ഷം രൂപയെ പരിപാടിക്ക് ചിലവുള്ളൂ. ബാക്കി 1.5 ലക്ഷം രൂപയാണ് ലാഭം. അതിൽ 25,000 നടരാജനും 25,000 അൻസാറിനും. അത് 25 ചിലപ്പോൾ ഞാൻ 20 കൊടുക്കും കേട്ടോ. പിന്നെ 10 രൂപ മറ്റേ വിനോദിന് കൊടുക്കണം. പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ബാക്കി. അതിന് നമ്മൾ കനകന് കൊടുക്കാനുള്ള അവന് കൊടുക്കാനുള്ള പഴയ കടവും കൊടുക്കുന്നു. ഇപ്പം വാങ്ങിച്ച 10,000 കൊടുക്കും. ഇതിലെല്ലാം വേറൊരു വലിയൊരു ലാഭം അവനുണ്ടാകാൻ പോവുകയാണ്. ഈ ഓണത്തിൻ്റെ മുഴുവൻ ചിലവ് ഞാൻ വഹിക്കാൻ പോവുകയാണ്. പൊന്നല്ലേ, എനിക്ക് വേറെ ആരുണ്ടടി? ഞാനാണെങ്കിൽ ഒരു അനാഥനെ പോലെയാണ് ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഓരോ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിക്കണേ. ഇതിപ്പോൾ ഒന്നുമില്ല. നീ എഗ്രിമെന്റ് കാണിക്കും. നീ ഇത് അവനോട് കാണിച്ചിട്ട് നീ പറ, അവൻ തരുവടി. പിന്നെ ചോദിക്കേ. ഒന്നുമില്ല, 2 ദിവസത്തെ കാര്യം. മറ്റന്നാ പൈസ തിരിച്ച് നമ്മൾ കൊടുക്കും. ഹോട്ടലുകാർ അഡ്വാൻസ് തരും. ഇത് ചെറിയൊരു അത്യാവശ്യം. ഈ പരിപാടിക്കാർ അഡ്വാൻസ് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, നീ ചോദിക്കുമ്പോൾ പൈസ ഞാൻ എന്താ ഇവിടെ നോട്ട് അടിക്കി വെച്ചേക്കാനടി? എണ്ണിച്ചുട്ടപ്പം പോലെ ഇടുന്ന കുറച്ച് പൈസയാണ്. അത് എങ്ങനെയെങ്കിലും ഞാനൊന്ന് കരുതി വെക്കുന്നത്. എന്തെല്ലാം ചെലവുണ്ട് ഇവിടെ. നിനക്ക് ഞാൻ ഈ പറയണത് എന്താന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ, ഇപ്പൊ നീ എനിക്ക് പൈസ തരൂലേ? ഇപ്പൊ നീ എനിക്ക് പൈസ തരും. ഞാനിത് തിരിച്ചു തരൂല എന്ന് വിചാരിച്ചിട്ടാണല്ലോ നിനക്ക് തരാൻ മടി. തീർച്ചയായിട്ടും. എന്നാ ഞാനിത് തിരിച്ചു തരൂന്ന്. ആര് പറഞ്ഞു? ഞാനല്ലേ പറയണത്. നീ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? എന്തെല്ലാം പറഞ്ഞു മേടിച്ചിട്ടുണ്ട് പറഞ്ഞ പൈസ. ഇതങ്ങനെ ഇപ്പോഴും പറഞ്ഞ പോലെ അല്ല കനക. ഇതാണ് എപ്പോഴും നീ പറയാറുള്ളത്. ഇത് എപ്പോഴത്തെ പോലല്ല, ഇത് ഇപ്പൊ ഇങ്ങനെയാണെന്ന് പറയും. എന്നിട്ട് അവസാനം ഞാൻ പറയണ നീ കേക്ക്. ഇപ്പൊ നീ ഈ പൈസ എനിക്ക് തന്നാൽ 2 ഗുണങ്ങളാണ്. 2 ഗുണമുണ്ട്. ഒന്ന്, നീ എനിക്ക് തിരിച്ചു തരില്ല. രണ്ടാമത്തെ ഗുണം, നീ പിന്നെ ഇങ്ങോട്ട് വരെയില്ല. അങ്ങോട്ട് കുറച്ച് ദിവസം അങ്ങോട്ട് പറഞ്ഞ ഡേറ്റിനകത്ത് പിന്നെ മുങ്ങിക്കളയാള്. ഇപ്പൊ നീ എനിക്ക് പൈസ തന്നാല്
നീ ഇപ്പൊ തരുന്ന ഈ 10,000 രൂപ അത് ഞാൻ നിനക്ക് തിരിച്ചു തരും. അത് മാത്രല്ല പഴയ കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ, കുറച്ചാ 38,000 രൂപ. അത്രയുള്ള നിന്റെ കണക്ക് വരാം. ഓക്കെ, സമ്മതിച്ചു. 38,000 രൂപ ശരി. അതും കൂടി ഞാൻ തിരിച്ചു തരും. മൊത്തം 48,000. അതിനകത്തൊരു 40 രൂപ തിരിച്ചു തരും. എങ്ങനെയുണ്ട്? 8,000 രൂപ ബാലൻസ് ഇട്ടേ. ആ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പ്രാവശ്യത്തെ ഓണത്തിന് കയ്യും കഴുകി ഇലയുടെ മുമ്പിൽ വന്നങ്ങിരുന്ന് തന്നാ മാത്രം മതി. ഫുള്ള് ചെലവ് ക്ലീറ്റോന്റെ ആവുക, ഓണക്കോടി ഉൾപ്പെടെ. ഇങ്ങനെ ഒരു ദിവസം വരണം ഞാൻ എന്നും സ്വപ്നം കാണാറുണ്ട്. എല്ലാ ഓണത്തിനും വിചാരിക്കും ഒരു ദിവസം വന്നല്ലോ. എന്തോന്ന് യാഥാർത്ഥ്യമാവാൻ പോവാ ആ സ്വപ്നം. അതാണ് കാര്യം. എങ്ങനെയുണ്ട്? അതിനാണ് ഈ 10,000 വാങ്ങിക്കുന്നത്. അതിനാണ്. സമ്മതിച്ചോ? ശരി. അടിപൊളിയടി. ശരി, നടക്കട്ടെ. അതെടുത്ത് എന്തോന്ന് എങ്ങനെ പൈസ തരില്ല, ആ സ്വപ്നം നടക്കട്ടെ പറഞ്ഞത്. നീ നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നോക്ക്, ഒന്ന് ജപ്തിയായാ കാര്യമില്ല കനക. ഒരു ചാൻസ് നിനക്ക് തരാന്ന് വെച്ചാൽ നീ അത് സമ്മതിക്കൂല. കാണമ്മേ, കാണും, വായിക്ക്. കണ്ണാടി ഇല്ലല്ലോ. അത് നല്ല ഒന്ന് വായിച്ചാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിട്ടാ. ഓ അത് ശരി. ആഹാ, ഇത് സംഭവം കൊള്ളാലോ. അതാണ് ഇത് ഓണത്തിന് നമ്മുടെ 1-2 ഹോട്ടലുകളിൽ പ്രോഗ്രാം നടത്താനുള്ള എഗ്രിമെന്റ് ആണ്. കുറച്ച് കലാകാരന്മാരെ കൊണ്ടുവന്നുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ അമ്മ? അമ്മേ, ക്ലീറ്റോനാണ് ഈ പ്രാവശ്യം ടൗണിലെ മറ്റേ TK പാലസ് ഇല്ലേ, അവിടുത്തെ ഓണാഘോഷം നടത്താനുള്ള എന്താണ് ഈ കൊട്ടേഷൻ, അത് കിട്ടിയേക്കണത് ക്ലീറ്റോനാണ്. അവര് 2.5 ലക്ഷം രൂപയ്ക്കാണ് ക്ലീറ്റോൻ ആ കൊട്ടേഷൻ കൊടുത്തേക്കണത്. പക്ഷെ പരിപാടി നടത്താൻ കൂടി വന്ന 1 ലക്ഷം രൂപ അത്രേ ഉള്ളതൊക്കെ ക്ലീറ്റോ കണക്ക് കൂട്ടി നോക്കി. 1 ലക്ഷം രൂപ ഉള്ളു. ബാക്കി എത്രയുണ്ട് അമ്മ പറ? 1.5 ലക്ഷം രൂപ. അല്ല ഈ 1.5 ലക്ഷം മുഴുവൻ കിട്ടൂല നമുക്ക്. 1.5 ലക്ഷത്തിന്ന് 25,000 രൂപ മറ്റേ അൻസാറിന് നടരാജനും കൊടുക്കണം, അവരും കൂടി ഉണ്ട് ഇതിനകത്ത്. എന്നാലും ബാക്കി പോയിട്ട് 1 ലക്ഷം രൂപ ഉണ്ട്. ഇവന്റെ 40,000 രൂപ കടം തീർത്ത് എത്രയുണ്ട് ബാക്കി? 60,000 രൂപ. ഈ 60,000 രൂപ കൊണ്ട് നമുക്ക് ഓണാഘോഷം സൂപ്പറായിട്ട് നടക്കാൻ പാടില്ലേ? നമ്മുടെ വീട്ടിൽ അത്രയൊന്നും വേണ്ട, പിന്നെ എല്ലാവർക്കും ഉടുപ്പൊക്കെ എടുത്ത് എന്തെങ്കിലും ആവും. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിട്ടാണ് ഇവനോട് ഈ പൈസ ചോദിക്കണത്. അടിപൊളിയായിട്ടുണ്ടല്ലേ? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞത് നടന്ന് പറയണതൊന്ന് കേക്ക്. ഇപ്പൊ നിങ്ങക്ക് കണക്ക് കാര്യം പറഞ്ഞ കണക്കെനിക്ക് മനസ്സിലായി. 2.5 ലക്ഷം രൂപ ഇത്ര പൈസക്കൊക്കെ എഗ്രിമെന്റ് നോക്ക് നീ. അതൊക്കെ ഞാൻ കണ്ടു, അതൊക്കെ ഞാൻ വായിച്ചു. അത് നോണെ പറയണതല്ല അത്, മനസ്സിലായോ? തരൂ. തരുമോ? തരില്ല. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരുടെയും കാലം പിടിക്കേണ്ടി വരില്ലായിരുന്നു. പൊന്നുപോലെ എന്റെ അച്ഛൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്നെ നോക്കാൻ ആരുമില്ല. ഒരാങ്ങളുണ്ടെന്ന് വിചാരിച്ച് ആങ്ങളൊക്കെ വേണ്ട, അമ്മയുണ്ടെന്ന് വിചാരിച്ച് അമ്മക്കാണെങ്കിൽ അവനെ മതി. എന്തോന്ന് നിന്നെ എനിക്ക് വേണ്ടെന്നാ? അങ്ങനെ തന്നെ എനിക്കറിയാം. ഇതാണ് നോക്കിക്കോ, ഞാൻ എവിടെയെങ്കിലും പോയി ചത്ത് കഴിയുമ്പോ 2 കൂടി ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാര്യമില്ല, ഞാൻ കാണാനുണ്ടാവില്ല. കൊടുക്ക്, എന്താ വരട്ടെ. അവള് തന്നെങ്കിൽ ഞാൻ നിനക്ക് തിരിച്ചു തരാം. എന്റെ പെൻഷൻ കിട്ടുമ്പോ. ഒന്നല്ലേ ഉള്ളു. ഡേ വേണ്ട, 25,000 ഒന്നും തരാനില്ല. 25,000 വേണ്ടല്ലോ, 10,000 രൂപ മതി. മതിയോ? എന്നാ തരാം. കൊടുക്കണേ. തിരിച്ചു 3 ദിവസം. 3-ാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ കാശ് നിന്റെ കയ്യിൽ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. അപ്പൊ അതിനിടയ്ക്ക് തന്നിരിക്കും. ശരി. ഞാൻ ഒരു വേറെ വലിയൊരു കാര്യത്തിന് വെച്ചേക്കുന്ന പൈസയാണ്. കുഴപ്പമില്ല, എനിക്കറിയാലോ. എനിക്കെങ്ങനെ അറിയാം? അല്ല, അവന് ആവശ്യം ഉണ്ടാവും. ആവശ്യം ഉണ്ടാവും. ഇനി ദയവ് ചെയ്ത് 3-നും തരണേ. പൈസ കിട്ടിയ അവിടെ നേരെ കൊണ്ട് തരണം കേട്ടോ. ഞാൻ വേറെ ആവശ്യത്തിന് വെച്ചേക്കുന്ന പൈസ നമുക്കറിയാലോ. നീ ചെല്ല്, എടുത്തോണ്ട് വാ. നീ പോ. തിരിച്ചു തരണേ, ഒരു ആവശ്യത്തിലുള്ള പൈസയാണേ. തരണേ. ആ മൂലം എന്താ കുഴപ്പമില്ല. ഒന്നുമില്ല. പുഴയും കായലും ഒക്കെ നികത്തുന്നതിനെതിരെ നമ്മൾ സമരം നടത്തിയപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു.
ഇപ്പൊ എല്ലാരും പഠിച്ചില്ലേ? പാടോ ഇല്ല, പാടം നികത്തി റോഡാക്കി, പാടൊക്കെ എന്താ. കനകോ നമസ്കാരം. 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 ഞങ്ങൾക്ക് താമസിച്ചു പോയി. എന്താ കാര്യങ്ങളെ? ഓ, ഒന്നും പറയണ്ട കനക, ഉറങ്ങിയിട്ടില്ല. രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോൾ 100 പാട്ടി എന്നുള്ള വിളിയല്ലേ. ഓരോ ദിവസവും ക്യാമ്പിൽ ഇങ്ങനെ ആളുകൾ കൂടി വരികയും നമ്മൾ ഓരോരുത്തരെ കൊണ്ട് ഓരോ സ്കൂളിൽ കൊണ്ട് പാർപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും വിളിയാണ്. ഇപ്പം ഇവരെല്ലാം കൂടെ താമസിക്കുക മാത്രമല്ല, ഇവർക്ക് വേണ്ട ഭക്ഷണം, കുടിവെള്ള പ്രശ്നം. ഇപ്പം കുട്ടികളാണെങ്കിൽ അവരുടെയൊക്കെ പുസ്തകവും സാധനങ്ങളൊക്കെ പോയി. അപ്പൊ ഭാരിച്ച ഒരു പണിയാണ് ഇനി നമുക്കുള്ളത്. നമ്മളിപ്പോ ഈ ശേഖരിക്കുന്നൊന്നും ഒന്നും ആവൂലായിരിക്കും അല്ലേ? ഒന്നും ആകല്ല, ഒന്നും ആകത്തില്ല. ഇപ്പൊ കുറെ ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യല്ലേ, മഴ നിൽക്കുന്നില്ലല്ലോ. എന്നാലും ഇതുപോലെ ഓരോരുത്തർ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ അത്രയും ഉപകാരമായില്ല അല്ലേ? അതാണ് ഞങ്ങള് ഓഫീസിൽ അങ്ങനെ സംസാരിച്ചു, എല്ലാവരും ചേർന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. ഇപ്പൊ നമുക്കിപ്പോ എല്ലാത്തിനും എല്ലാം കൊടുക്കാൻ പറ്റുന്ന വരില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൂട്ടത്തിലെടുത്ത് കഷ്ടപ്പെടുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സറിഞ്ഞ് സഹായിക്കണം. അതിനർത്ഥം കട്ടിയായിട്ട് ഞാൻ എന്തായാലും ഞാൻ ഇപ്പൊ വരാം. ഞങ്ങൾ തങ്കം ഉള്ളിലേ ഉണ്ട് അമ്മ. ആ പൈസ എന്താണ് അടിക്കാനൊന്നും ഇല്ലേ? വെക്കേഷൻ അല്ലേ, നല്ല രസം. പൈസ എടുത്തില്ല, ഇന്നലെ വൈകുന്നേരം തരാന്ന് പറഞ്ഞല്ലേ? കാര്യം പറ. ഒരബദ്ധം പറ്റി. എന്ത്? പൈസ കിട്ടി. അതെന്താ കാര്യം? ആ പരിപാടി നടക്കൂല, മഴ കാരണം ഹോട്ടലുകാര് സമ്മതിക്കണില്ല. അപ്പോ എടി അവിടെ ആള് വന്നിരിക്കും, ഞാൻ അവരോട് എന്താ പറയേണ്ടത്? നീ മേടിച്ചപ്പോ എന്താ പറഞ്ഞ എന്നോട്? 3 ദിവസം കഴിയുമ്പോ തരാന്ന് പറഞ്ഞില്ലേ? 3 ദിവസം കഴിഞ്ഞു, ഇന്ന് രാവിലെ അല്ലേ വന്ന് ചോദിക്കുന്നത്? എന്നെ വിശ്വസിച്ച ആളവിടെ വന്നിരിക്കുന്നത്, അയാളോട് ഞാൻ എന്താ പറയേണ്ടത്? ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായി. നിങ്ങൾ ഓരോ പ്രാവശ്യം വന്ന് കരഞ്ഞും കണ്ണ് കാണിച്ച് ഉയരത്ത് പൈസ പിടിച്ചിട്ട് പോകും. തിരിച്ചു വരാമ്പോ പൈസ ഇല്ല, പുണ്ണാക്കൂല്ല. അവനൊടുക്കേ അല്ലെ, ഇത് പല ആവർത്തി ആയിട്ടുണ്ട്. വല്ലാതെ പൊല്ലാപ്പന്നെ. എന്ത് ഹോട്ടലുകാർ ചതിച്ചതാ. അവര് പരിപാടി മാറ്റി വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മഴ വീണുകൊണ്ട് അവർ പറഞ്ഞത് പരിപാടി നടത്തണ്ട, അവർക്ക് വേണമെങ്കിൽ നടത്തായിരുന്നു. മഴ ഹോട്ടലിൽ അകത്ത് പരിപാടി നടത്തുമ്പോൾ പ്രശ്നമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ലടിയാ ഇങ്ങനെ സംഭവിക്കും. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഓണം ആഘോഷിക്കാൻ വെച്ചിരുന്ന പൈസയാണെന്ന് എനിക്കറിയാം. അതെ, ഞാൻ എവിടെയെങ്കിലും മറിച്ച് തരാം. നിങ്ങൾ ഓണം മുടങ്ങാൻ പാടില്ല, ഞാൻ മറിച്ച് തരാം. അടയാ, നീ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? നിങ്ങളുടെ ഓണം ആഘോഷിക്കുന്ന നമ്മൾ ഒരുമിച്ചാ. പക്ഷെ ഇക്കുറി ഓണം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അത് വേറെ കൊണ്ടല്ല. നമ്മൾ എങ്ങനെ ഓണം ആഘോഷിക്കും? അവിടെ ഒരുമിച്ച് ആൾക്കാർ വെള്ളത്തിൽ മുങ്ങി കിടക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഒരു ആഹാരം, എന്തെങ്കിലും ഒരു തുണ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും കുറച്ച് പൈസ, അതിനുവേണ്ടി സ്വരിച്ച പൈസ അത്. അല്ല, ഓണം ആഘോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പൈസ അല്ലത്. ഞാൻ ജീവനോട് പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് ഓണം വേണ്ടേ? ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ നമുക്ക് എന്തോണം? അതിന് മാറ്റി പൈസ ആയിരുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. സത്യമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസ ആണെന്ന് ഞാൻ കരുതിയില്ല. ഞാനതെല്ലാം എൻ്റെ ഈ മാസത്തെ ശമ്പളം അവർക്ക് കൊടുക്കും. അമ്മയുടെ പെൻഷൻ കാശ് ഞങ്ങൾക്ക് തരുന്ന ഓഹരി ഉണ്ടല്ലോ, അത് ഈ മാസത്തെ അടുത്ത മാസത്തെ അവർക്ക് കൊടുത്തരട്ടെ. എന്തേലും വേറൊന്നുമില്ല. അവിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ഇത് തന്നെ വലിയ മാമ
കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന പൈസ ക്യാമ്പിൽ ഒരുപാട് കുട്ടികളുണ്ടെന്ന് അറിഞ്ഞു. അവർക്കിത് കൊടുക്കുമോ? എനിക്ക് കളിപ്പാട്ടം വേണ്ട. ധാരാളം. Alien versus Alien.